നമുക്കിന്ന് വീട്ടിൽ തന്നെ നെയ്യും വെണ്ണയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 ലിറ്റർ പാല് നന്നായി തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു. നന്നായി തണുത്തതിന് ശേഷം അതിന് മുകളിൽ ഇങ്ങനെ പാട പോലെ നമുക്ക് എടുക്കാൻ പറ്റും. അത് എല്ലാ ദിവസവും ഇങ്ങനെ പാട നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്തു വെക്കാം. അതെന്നിട്ട് ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ വെക്കണം. ഇങ്ങനെ ഞാൻ 3 ആഴ്ച എടുത്തു വെച്ച പാടയാണിത്. എനിക്കിവിടെ നല്ല പശുവിൻ്റെ പാലാണ് കിട്ടുന്നത്, അതുകൊണ്ട് നിറയെ പാട കിട്ടാറുണ്ട്. ആ പാട നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. തണുത്ത വെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. പാടയും അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരിക്കണം. അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്ന് നോക്കി വെള്ളം ആവശ്യമാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അത് നല്ല വെണ്ണയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആ പാത്രത്തിലും നല്ല തണുത്ത വെള്ളം എടുക്കണം. നമുക്ക് എല്ലാ പാടയും അങ്ങനെ അടിച്ചെടുക്കാം. ഓരോ ബാച്ചായിട്ട് അടിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇതുപോലെ തന്നെ എല്ലാം അടിച്ചെടുക്കാം. നമുക്ക് ഈ വെണ്ണ ഒരു 2-3 പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കണം. ആ വെള്ളത്തിന് ഒരു പാൽ നിറം ഉണ്ടാവും. അത് പോകുന്നവരെ ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മളത് കഴുകിയെടുക്കണം. കഴുകാനും നല്ല തണുത്ത വെള്ളം തന്നെ ഉപയോഗിക്കണം. കഴുകിയെടുത്തതിന് ശേഷം നമ്മുടെ ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞ് ഫ്രീസറിൽ എടുത്ത് വെക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ബട്ടറിൻ്റെ ടേസ്റ്റാണ്. ഞാനിവിടെ ഉരുക്കി നെയ്യാക്കി മാറ്റുകയാണ്. അതിനു വേണ്ടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഈ വെണ്ണയൊക്കെ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ നെയ്യ് ഉരുക്കിയെടുക്കേണ്ടത്. വെണ്ണയൊക്കെ ഉരുകി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ നെയ്ക്ക് ഒരു നല്ലൊരു സ്വാദ് തരുന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് വേണം നമ്മൾ നെയ്യ് ഉരുക്കിയെടുക്കാൻ വേണ്ടി. തീ കൂട്ടി വെക്കരുത്. ഇപ്പോൾ നമ്മുടെ നെയ്യ് നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 തുളസി ഇല കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ നെയ്യ് കുറേ നാൾ കേടുകൂടാതിരിക്കും. ഇപ്പോൾ നെയ്യൊക്കെ ഏകദേശം ഒന്ന് തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നെയ്യൊക്കെ തെളിഞ്ഞ് വന്ന് അതിൽ നിന്ന് നിറയെ ഇങ്ങനെ പത പോലെ വരാൻ തുടങ്ങും. ഇപ്പോൾ പത പോലെ വരാൻ തുടങ്ങി. ഇപ്പോൾ നിറയെ പതഞ്ഞ് പൊങ്ങാൻ തുടങ്ങി നമ്മുടെ നെയ്യ്. ഈ ഒരു പാകത്തിലാകുമ്പോഴത്താണ് നമ്മുടെ നെയ്യ് കറക്റ്റ് പാകത്തിൽ വരുന്നത്. ഇതിൽ കൂടുതൽ നമ്മൾ നെയ്യ് വെക്കരുത്. ഇതാണ് കറക്റ്റ് പാകം. ഇതുപോലെ നിറയെ പതഞ്ഞു പൊങ്ങും. ഇതിൽ കൂടുതൽ വെച്ചാൽ നമ്മുടെ നെയ്യ് കരിഞ്ഞു പോവും, കളറും മാറും. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് ഉള്ളത്. ഈ ഒരു പാകത്തിലാകുമ്പോഴത്തേക്ക് തന്നെ തീ ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ നെയ്യ് ശരിക്കും റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഞാനൊരു അരിപ്പ വെച്ച് നെയ്യ് ഒഴിച്ച് അരിച്ചെടുക്കാനാണ് പോകുന്നത്. എല്ലാ നെയ്യും അരിച്ചെടുത്തു. നല്ല ടേസ്റ്റുള്ള നെയ്യാണിത്. നല്ല മണമാണ് ഈ നെയ്ക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നെയ്യ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും അവരുടെ ആരോഗ്യത്തിന് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നല്ലത്.